മുഴുവനും വിശ്രമിക്കുമ്പോ എതിരാളിയായ മനുഷ്യൻ കടന്നു വരുന്നോന്നറിയാൻ രാത്രി കാവൽ നിൽക്കുന്നതാരാണ്? മഹാനായ സയ്യിദുനാ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറഞ്ഞു, ഞാനാകാം. കൂടെ ആരാണ് നിൽക്കുക? ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ ബിശ്ർ തങ്ങൾ പറഞ്ഞു, ഞാനും നിൽക്കാം നബിയേ. ഉബാദും അമ്മാറും കൂടി രാത്രി കാവൽ നിൽക്കുകയാണ്. അമ്മാറിനോട് ഉബാദ് പറയുകയാണ് റളിയല്ലാഹു അൻഹുമാ, ഓ അമ്മാറേ, നമ്മൾ രണ്ടുപേരും ഉണർന്നിരുന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങിപ്പോയാൽ ഇവിടെ വലിയ പ്രയാസമായേക്കും. അതുകൊണ്ട് നിങ്ങളൽപ്പം വിശ്രമിച്ചോ, ഞാൻ കാവല് നിൽക്കാം. കാവല് നിൽക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഉബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഞാനിങ്ങനെ വെറുതെ നിന്ന് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? ആളുകൾ ശത്രുക്കൾ വന്നാലല്ലേ നേരിടേണ്ടതുള്ളൂ. മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മൂലധനം സമയമാണ്. നമുക്ക് യാതൊരു ശ്രദ്ധയില്ല സമയം കളയുന്നത്. വെറുതെ ഫേസ്ബുക്കിനും ട്വിറ്ററിനും അതിനും ഇതിനും വെറുതെ ടൈം പാസ്. എവിടുന്ന പ്രയോഗം കിട്ടിയതാവും? ടൈം പാസ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേഗം പോവാന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞാൽ ആയുസ് കഴിഞ്ഞു. അല്ലാഹു തആല നമുക്കാകെ നൽകിയിട്ടുള്ളത് ടൈം, ഇത് മാത്രമേ ഉള്ളൂ. ഈ ടൈമാണ് നമുക്ക് അല്ലാഹു നൽകിയത്. ചില ആളുകൾക്ക് 1000 ദിവസം, ചില ആളുകൾക്ക് 10000 ദിവസം. അതാണ് നമ്മുടെ ആയുസ്. ജീവിതം എന്ന് പറഞ്ഞാൽ നിമിഷങ്ങളും മണിക്കൂറുകളുമാണ്. ഒരു സെക്കൻഡ് അവനങ്ങ് മുന്നോട്ടായിരുന്നെങ്കിൽ അപകടത്തിൽ പെടില്ലായിരുന്നു. ഒരു സെക്കൻഡ് ഇങ്ങോട്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. ആ സമയത്തിന്റെ ആക്യുറസി, ആ സമയത്തിന്റെ കൃത്യത നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്കാകെ അല്ലാഹു നൽകിയ ക്യാപിറ്റൽ അഥവാ മൂലധനം സമയമാണ്. അല്ലാഹു തആല നൽകിയ സമയം കൊണ്ട് ചിന്തിച്ച് ശാസ്ത്രജ്ഞന്മാരായവരുണ്ട്, മടിച്ചു മടിയന്മാരായവരുണ്ട്, കിടന്നുറങ്ങിയിട്ട് ആയുസ് തൊലിച്ചവരുണ്ട്, ഒന്നുമില്ലാതെ സബഹിലയായി നടന്നവരുണ്ട്. അപ്പോൾ മനുഷ്യ, എനിക്കും നിങ്ങൾക്കുമുള്ള മൂലധനം സമയമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകൾ അവരാ സമയത്തിനോട് വലിയ കണിശതയാണ്. സമയം അവർക്ക് വെറുതെ കളയാനില്ല, വർത്തമാനം പറഞ്ഞു കളയാൻ സമയമില്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ അയാളുടെ ഉപജീവന മാർഗം ഐസ് കച്ചവടമാണ്. ഐസ് കച്ചവടം ചെയ്ത് ജീവിക്കുക. അയാൾ രാവിലെ ഐസ് കൊണ്ട് കൊല്ലം മാർക്കറ്റിൽ പോയി. അപ്പുറത്തുണ്ട് ഒരു സർക്കസ് നടക്കും. ഐസ് അവിടെ വെച്ചിട്ട് അയാൾ സർക്കസ് കാണാൻ പോകും. തിരിച്ചു വന്നപ്പോഴേക്ക് ഐസ് ഉണ്ടാവുമോ? അത് വെള്ളമായി. ഇതുപോലെയാണ് മനുഷ്യ, നിനക്ക് അല്ലാഹു തആല നൽകിയ ആയുസ് ഐസ് പോലെയാണ്. അതങ്ങ് അലിഞ്ഞു തീരും. ഇനിയിപ്പൊന്ന് നിക്കരിക്കണമല്ലോ, ഇനിയൊന്ന് നോമ്പെടുക്കണമല്ലോ, ഇനിയൊന്ന് തഹജ്ജുദ് നിസ്കരിക്കണമല്ലോ, ആയുസില്ല, ഗുദർഗയാ, എല്ലാം പോലും. അതുകൊണ്ട് നമുക്ക് ആകെയുള്ള മൂലധനം എന്ന് പറഞ്ഞാൽ സമയമാണ്. ഈ സമയം കൊണ്ടാണ് ആബിദീങ്ങൾ വലിയ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തത്. ഈ സമയം കൊണ്ടാണ് ആരിഫീങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സഹോദരാ, ഒന്നിനും നീ വെറുതെ സമയം കളയാൻ പാടില്ല. കാരണം മരണത്തിന്റെ സമയം നിനക്കറിയില്ല. അതല്പമൊന്ന് മുന്തിക്കാനോ പിന്തിക്കാനോ കാത്തു നിൽക്കൂല. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതം കൊണ്ട് ലോകം മുഴുവനും മാറ്റിമറിച്ചില്ലേ? ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ സമയത്തിന്റെ ഉടമയാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെ
നമ്മളൊക്കെ 50-60 ആയിട്ട് ഒരു മദ്രസയ്ക്ക് ഒരു കല്ല് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ചില ആലിമീങ്ങള് ചെറിയൊരു ജീവിതം കൊണ്ട് ലക്ഷക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കും ഉസ്താദിനും കിട്ടിയ സമയം തുല്യമാണ്. പക്ഷേ ഒരാളുടെ സമയത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു. ആ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. സമയത്തിൽ ബറക്കത്ത് കിട്ടിയ മഹാനല്ലേ ഇമാമുന ശാഫിഈ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് ഞങ്ങളുടെ സമയത്തിന് നീ നൽകണം റഹ്മാനേ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. ഈ ഇരിക്കുന്ന പലരുടെയും ആയുസ്സിൽ അത്രേ ജീവിച്ചോളൂ. 40, 45, 50, 60, 64 ഒക്കെ വയസ്സ് ജീവിച്ചവരായി ഈ പറയുന്ന ഇമാമിയങ്ങളെല്ലാം 1000, 1100, 200 കൊല്ലത്തിന് ഇപ്പുറം വരെ അവരുടെ പേരുകൾ നിലനിൽക്കാൻ മാത്രം അവരുടെ ആയുസ് കൊണ്ട് അവർ അധ്വാനിച്ചു. അറിയുമോ? അവരുടെ ആയുസ് കൊണ്ട് അവര് ഫലം കിട്ടി. നമ്മുടെ അത്രയൊന്നും ജീവിച്ചില്ല. ചില ആളുകൾ ചെറിയ ജീവിതം കൊണ്ടാണ് അവർ ലോകം മുഴുവനും ജയിച്ചടക്കിയത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ജീവിച്ചത് 26 കൊല്ലമാണ്. അറിയോ? ആ 26 കൊല്ലം കൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ലോകം മുഴുവനും ജയിച്ചടക്കിപ്പോയി. നമ്മൾ ഇസ്ലാമിൽ ജീവിച്ചിട്ട് എത്ര കാലമായി, കൊല്ലമായി? വല്ലതും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? മഹാനായ ഉബാദ ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, എന്റെ ഈ സമയമുണ്ടല്ലോ, ഇത് വെറുതെ കളയാനില്ല. ഞാനിതാ നിസ്കരിക്കുകയാണ്. മഹാനായ ഉബാദ ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് നിന്നു. എതിരാളി കാണുകയാണ്. فضرب عبادا بسهم وهو قائم يصلي. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഉബാദ ബിൻ ബിശ്ർ തങ്ങൾക്ക് നേരെ അമ്പെയ്യുകയാണ്. ഉബാദ തങ്ങൾ ഇളകിയില്ല, പതറിയില്ല, നിസ്കാരം മുറിച്ചില്ല. അമ്മാർ തങ്ങളെ വിളിച്ചില്ല. വലം യഖ്തഅ സ്വലാതഹു, മഹാനവറുകളുടെ നിസ്കാരം മുറിച്ചില്ല. മൂന്നാമത്തെ അമ്പ് വന്ന് തറച്ച് ഞാനിപ്പോഴങ്ങ് മരിച്ചു വീഴാൻ പോവുകയാണെന്ന് കണ്ടപ്പോ ഉബാദ ബിൻ ബിശ്ർ തങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനങ്ങ് മരിച്ചുപോയി. അമ്മാർ ഇവിടെ ഉറങ്ങുകയുമാണ്. ശത്രുക്കൾ കടന്നു വന്ന് റസൂലുള്ളാഹിന്റെ സൈന്യത്തെ ആക്രമിച്ചാൽ കുറ്റക്കാരനായി പോകുമല്ലോ. അത് ചിന്തിച്ചിട്ട് ഉടനെ വിളിക്കുന്നു, അമ്മാറേ എഴുന്നേക്കു അമ്മാർ, എഴുന്നേക്കു അമ്മാർ. ആരാണ് മോനെ അമ്മാർ ബിൻ യാസിർ? നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ പറഞ്ഞില്ലേ, സബ്റൻ ആല യാസിർ മൗഇദകുമുൽ ജന്ന. സ്വർഗമുണ്ട് യാസിർ കുടുംബമേ. ആ യാസിർ കുടുംബത്തിലെ അമ്മാർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉബാദ ബിൻ ബിശ്ർ തങ്ങളുടെ ശരീരത്ത് 3 പ്രാവശ്യം അമ്പ് വന്ന് തറച്ചിട്ട് പരിച്ഛേദിതനായി കിടക്കുകയാണ്. പ്രിയമുള്ള യുവാവേ, എന്റെയും നിന്റെയും ജീവിതം കൊണ്ട് എന്തു ചെയ്യാൻ കഴിഞ്ഞു? അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ മോനെ? മഹാനായ ഉബാദ ബിൻ ബിശ്ർ തങ്ങൾ നിസ്കരിക്കുകയാണ്. നിസ്കാരമിളകുന്നില്ല. എനിക്കും നിനക്കും വെളുപ്പിനെ ഒന്ന് സുബഹിക്ക് എഴുന്നേൽക്കാൻ വയ്യ. നമുക്ക് സുബഹിക്കൊന്ന് എഴുന്നേൽക്കാൻ വയ്യ. അല്ലേ? 2 മക്കളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ സയ്യിദുനാ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് മുസ്ലിം ഇബ്നു അഖീൽ ഇബ്നു അബീ ത്വാലിബിനെ കേട്ടിട്ടുണ്ടോ?
ആരാണ്? മുസ്ലിം ബിൻ അഖീൽ ബിൻ അബീ ത്വാലിബ് ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ പുത്രനാണ്. ആ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയെന്നല്ലേ? കൂഫയിലെ ഗ്രാൻഡ് മസ്ജിദിനോട് ചേർന്നാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. മഹാനായ മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളാണ് മുഹമ്മദ്, ഇബ്രാഹിം എന്നീ രണ്ട് മക്കൾ. ആ രണ്ട് മക്കളുടെ ചരിത്രം വിശാലമായി ഞാൻ പറയുന്നില്ല. താരീഖു കർബലയിലുണ്ട്. ഇതിന്റെ ഒരു നിവേദനം അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ച സിഡിയിലുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ ഈ രണ്ട് മക്കളെയും യൂഫ്രട്ടീസ് നദിയുടെ ചാരത്ത് കൊണ്ടുവച്ച് കഴുത്തറുത്തിട്ട് കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഈ മക്കള് പറയാണ്, ഞങ്ങള് സുബഹി നിസ്കരിച്ചോട്ടെ. 15-17 വയസ്സേ കാണുള്ളൂ. ചരിത്രം പറയണ അങ്ങനെയാ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ അഖീൽ, ഇബ്രാഹിം ബിൻ മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുമാ അഹ്ലുൽ ബൈത്തിലെ രത്നങ്ങളാണ്. കൂഫയിലേക്ക് വരുമ്പോൾ മുസ്ലിം ബിൻ അഖീൽ തങ്ങളെന്ന വലിയ പോരാളിയാണ്. 500, 400, 600 ആളുകളെ ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ പറ്റുന്ന വലിയ ഹിമ്മത്തുള്ള മനുഷ്യൻ. അതുകൊണ്ട് വരുന്നത് യുദ്ധത്തിനല്ല എന്ന് അറിയിക്കാൻ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂട്ടിവിട്ടതാണ്, നിങ്ങൾ രണ്ട് മക്കളെയും കൊണ്ടുപോകണം എന്ന്. ആ മക്കളെയാണ് അതാ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഭരണാധികാരി, അയാളുടെ പട്ടാളക്കാരനായ ഹാരിസ് എന്ന മുസ്ലിം വ്യക്തി കൊന്നുകളയുന്നു. ഇസ്ലാമിക ചരിത്രത്തിന് അങ്ങനെ ഒരു വേദന ഉണ്ട്. എന്താണെന്നറിയോ? മുസ്ലിം പണ്ഡിതന്മാരെ ഇല്ലായ്മ ചെയ്തത് കൂടുതലും മുസ്ലിം ഭരണാധികാരികൾ. അത് ലോക ചരിത്രത്തിൽ വൈരുദ്ധ്യമാണ്, അല്ലൊരു വേദനയാണ്. മാലിക് ഇമാമിനെ ജയിലിൽ അടച്ചതാരാ? മുസ്ലിം ഗവൺമെന്റ്. ഷാഫി ഇമാമിനെ ജയിലിൽ അടച്ചതാരാ? മുസ്ലിം ഗവൺമെന്റ്. അബൂ ഹനീഫ ഇമാം തങ്ങളെ ജയിലിൽ അടച്ചതാരാ? മുസ്ലിം ഗവൺമെന്റ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ തല്ലിപ്പഴിപ്പിച്ചതാരാ? മുസ്ലിം ഗവൺമെന്റ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞതാരാ? യസീദ് ഇബ്നു മുആവിയയുടെ സൈന്യം. അങ്ങനെ വായിച്ചാൽ എത്രയോ പറയാം. ഇമാം സുബ്കി തങ്ങളെ ജയിലിൽ അടച്ചതാരാ? ഇമാം സുയൂത്തി ജയിലിൽ അടച്ചതാരാ? ഇമാം ഇബ്നു ലസീറിനെ ജയിലിൽ അടച്ചതാരാ? അങ്ങനെ എണ്ണിയാൽ ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം നൈസാബൂരിയും ഇമാം അബ്ദുറഹ്മാൻ നസായിയും ഇമാം അബൂ ഈസ തിർമിദിയും, അങ്ങനെ എണ്ണിയാൽ എത്രയോ ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിന് അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്, ഒരു വേദനയുണ്ട്. കാരണം അല്ലാഹുവിന്റെ സത്യമായ ദീൻ മുറുകെ പിടിച്ചു പറയുന്നവർക്ക് ഒരുപാട് വിരോധികൾ ഉണ്ടാകും. ചരിത്രം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റയ്ക്ക് മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയും വലിയ പ്രയാസമുണ്ടാക്കി കളഞ്ഞു. മഹാനായ സയ്യിദുനാ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ സമ്മതം കൊടുത്തില്ല. എന്താ കാരണം? ഭരണാധികാരിയുടെ മകനെ, സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞ കെട്ടുബന്ധം അംഗീകരിക്കാത്തതിന്റെ പേരിൽ തല്ലിയില്ലേ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ. അവസാനം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ തരണ്ട, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഞാൻ നിസ്കരിക്കുന്ന ഒരു മുസല്ലയുണ്ട്, അതെനിക്കൊന്ന് തരണേ. ആരാണ് സഈദ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് 40 കൊല്ലം ആ വഴിയല്ലാതെ വേറെ വഴി അറിയാത്ത മഹാനാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമ നൽകട്ടെ.